നമസ്കാരം. ശിവടീച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ദൃശ്യപദം എന്ന പാഠപുസ്തകം, അതായത് MG യൂണിവേഴ്സിറ്റിയുടെ BA സെക്കൻഡ് സെമ്മിൻ്റെ പാഠപുസ്തകമായ ദൃശ്യപദത്തിലേക്ക് കടക്കാം. അതിലെ ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠം കിരാതപർവം ഓട്ടംതുള്ളലാണ്. അപ്പോൾ അത് നേരത്തെ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കണ്ടെത്താം. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നാടക ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നാടകം മലയാള ശാകുന്തളമാണ്. AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം. ഇപ്പം കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ മലയാള പരിഭാഷയാണ് മലയാള ശാകുന്തളം. ഇപ്പൊ സംസ്കൃതത്തില് കാവ്യത്തെ ദൃശ്യമെന്നും ശ്രവ്യമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ദൃശ്യകാവ്യ വിഭാഗത്തിലാണ് നാടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിവൃത്തം, നാടകത്തിന്റെ നടീനടന്മാരുടെ രൂപം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നായകൻ, ധീര, 4 തരം നായകന്മാരുണ്ട്. ധീരോദാത്തൻ, ധീരലളിതൻ, ധീരോദ്ധതൻ, ധീരശാന്തൻ. അപ്പൊ അതുപോലെ നാടകത്തിന് മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം എന്ന 5 സന്ധികളും കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന രാജരാജവർമ്മയാണ് ഈ മലയാള ശാകുന്തളത്തിന്റെ വിവർത്തകൻ. ഇവിടെ 4-ാം അംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥാഭാഗമാണല്ലോ. അപ്പൊ ഈ കഥാഭാഗത്തെ ഒരു നാടകമാക്കി മാറ്റുകയാണ് കാളിദാസൻ ചെയ്തത്, അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ. അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതോടുകൂടിയാണ് മലയാളത്തിൽ നാടകങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത്. ഇതിനു മുമ്പ് കൊട്ടാരക്കര തമ്പുരാനും ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നു. 4-ാം അംഗം പ്രവേശകമാണ്. അനസൂയയും പ്രിയംവദയുമാണ് ഇതിനകത്തുള്ളത്. ശകുന്തളയുടെ തോഴിമാരായ അനസൂയയും പ്രിയംവദയും. അപ്പൊ അനസൂയ പ്രിയംവദയോട് പറയുന്നു, ഗാന്ധർവ വിധിപ്രകാരം, അതായത് ആര് അച്ഛനെ അമ്മയെ അറിയിക്കാതെ ഒളിവിൽ നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവ വിധിപ്രകാരമുള്ള വിവാഹം. അങ്ങനെയാണല്ലോ ദുഷ്യന്തനും ശകുന്തളയുമായിട്ടുള്ള വിവാഹം നടന്നത്. അപ്പൊ അത് നടന്നതിന് ശേഷം എനിക്ക് മനസ്സിന് സമാധാനമായി. പ്രിയമത, എന്താണ് നിങ്ങൾ ആലോചിക്കുന്നതെന്ന് പറയുന്നു. അനസൂയ പറയുന്നു, യാഗകർമ്മം അവസാനിക്കിയാൽ മഹർഷിമാരുടെ അനുവാദത്തോടു കൂടി അന്തഃപുരത്തിൽ, ഇവിടെ നിന്ന് രാജകൊട്ടാരത്തിൽ അന്തഃപുരത്തിലേക്ക് പോയ ദുഷ്യന്ത മഹാരാജാവ് നമ്മുടെ പ്രിയ തോഴിയെ ശകുന്തളയെ ഓർക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ പ്രിയംവദ പറയുന്നു, വിശ്വസിക്കുക, അപ്രകാരമുള്ള മഹാനുഭാവന്മാർക്ക് പ്രകൃതി ഗുണം ഇല്ലാതിരിക്കില്ല. ഇനി അച്ഛൻ വന്ന് കണ്ണൂർ മഹർഷി വരുമ്പോൾ എന്താവും അവസ്ഥ എന്നാണ് പ്രിയംവദ പറയുന്നത്. പ്രിയംവദ എന്ന വാക്കിന് പ്രിയം മാത്രം വധിക്കുന്നവൾ, പറയുന്നവൾ എന്നും, അനസൂയ എന്ന പേരിന് അസൂയ ഇല്ലാത്തവളെന്നാണ് അർത്ഥം. അപ്പൊ അനസൂയ പറയുന്നു, അച്ഛന് സമ്മതം തന്നെയായിരിക്കും. പ്രിയമത, അതെങ്ങനെ? അതായത് അനസൂയ പറയുന്നത്, കന്യകയെ എപ്പോഴും ഗുണവാനായ ഒരു മനുഷ്യന് കൊടുക്കണം എന്നാണ് എല്ലാ അച്ഛന്മാരും സങ്കല്പിക്കുന്നത്. അപ്പൊ ഈശ്വരൻ തന്നെ അത് നടത്തുകയാണല്ലോ ഇവിടെ ചെയ്തത്. അപ്പൊ എന്തായാലും അദ്ദേഹം അത് അംഗീകരിക്കും. ഇതിനിടയിൽ അവർ വേണ്ടുവോളം പൂ പറിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ഞാനിതാ വന്നിട്ടുണ്ടെന്ന് ആരോ പറയുന്നു. അപ്പൊ അനസൂയ പറയുന്നത്, ഏതോ അതിഥി വന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ പ്രിയമത പറയുകയാണ്, ശകുന്തള പർണശാലയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അനസൂയ പറയുന്നു, ഇപ്പൊ നമുക്ക് ചെന്ന് നോക്കാം, കാരണം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അവളുടെ മനസ്സ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഇല്ല. അപ്പൊ വീണ്ടും ശബ്ദം കേൾക്കുന്നു, അത്രയ്ക്കായോ, അതിഥികളെ നീ അപമാനിച്ചു തുടങ്ങിയോ? ധ്യാനിച്ചും കൊണ്ട് അവനെ അറിയാതൊന്നുമേ സന്തതം നീ മാനിക്കേണ്ട മുനി, ഇവിടെ ഞാൻ വന്നതും കാണുന്നതില്ല. അന്താളിപ്പാൻ തനത് കഥയും വിട്ടുപോകുന്ന പോൽ നിൻ ബന്ധം നീ പോയി പറകിലും അവൻ സർവവും വിസ്മരിക്കും. ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ഇവിടെ. ആരെ? അവനെ, ഏതോ ഒരുത്തനെ. മാനിക്കേണ്ടവനായ മുനിയായ ഞാനിതാ ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ വന്നത് നീ കാണുന്നില്ല. അന്താളിപ്പാൻ തനത് കഥയും, അതായത് നീ ഇപ്പോൾ നിന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നീ മറന്നു പോകട്ടെ. ഈ ബന്ധം നീ പോയി പറകിലും അവൻ സർവവും മറക്കട്ടെ. ആരായാലും നീ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ആള് നിന്നെ മറന്നു പോകട്ടെ. അപ്പൊ പ്രിയമത പറയുന്നു, കഷ്ടം കഷ്ടം, അത് തന്നെ വന്ന് കലാശിച്ചു, അത് തന്നെ സംഭവിച്ചു. മനോരാജ്യക്കാരിയായ, അല്ലെങ്കിൽ മനസ്സിൽ മറ്റൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശകുന്തള ഏതോ മാന്യനെ പൂജിക്കാതെ വിട്ടു. പറയുന്നു, അത് തന്നെ കഷ്ടം, അത് തന്നെ വന്ന് കലാശിച്ചു. മനോരഥക്കാരിയായ ശകുന്തള അവിടെ മനോരഥത്തിൽ മുങ്ങി ഏതോ മാന്യനെ പൂജിക്കാതെ ഇരുന്നു. എന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയുന്നു, അയ്യോ, ദുർവാസാവ് മഹർഷിയാണ്, അയാള് അഗ്നി അല്ലാതെ ദഹിപ്പിക്കുമോ? കാരണം അദ്ദേഹം മാത്രമാണ് ഇങ്ങനെ മറ്റുള്ളവരെ ശപിക്കുന്നത്. അനസൂയ, നീ കാൽക്കൽ ചെന്ന് വീണ് അദ്ദേഹത്തെ തിരികെ വിളിക്കും, ഞാൻ പോയി അതിഥി സൽക്കാരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പൊ നല്ല 2 സുഹൃത്തുക്കളാണ് ഇവർ 2 പേരും. അപ്പൊ കുറച്ചു ദൂരം നടന്നപ്പോ അനസൂയ, അയ്യോ, പരിഭ്രമിച്ച് കാല് ഇടറിയിട്ട് എന്റെ കയ്യിൽ നിന്ന് പൂ വീണുപോയെന്ന് പറയുന്നു. പൂ കൂടെ വീണുപോയെന്ന് പറഞ്ഞ് പൂക്കൾ പറക്കുന്നു.
അപ്പൊ പ്രിയമത പോയിട്ട് പറയുന്നു അദ്ദേഹം കുടില സ്വഭാവക്കാരനാണ്, ദുഷ്ടചിന്താഗതിക്കാരനാണ്. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, അപ്പൊ ഒരല്പം ഒരു അലിവ് വരുത്താനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അതെങ്കിലും വലിയ കാര്യമായല്ലോ എന്ന് അനസൂയ പറയുന്നു. അപ്പൊ തിരികെ വരാൻ അദ്ദേഹം ഭാവിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും അറിയാത്ത ആ പുത്രിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വാക്ക് തെറ്റിച്ചൂടാ, അഭിജ്ഞാനമായിട്ട് അടയാളമായിട്ട് എന്തെങ്കിലും ഒരു ആഭരണം കാണിച്ചാൽ ഈ ശാപത്തിൽ നമുക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്തർധാനം ചെയ്തു. അദ്ദേഹം മറഞ്ഞു എന്നാണ് പ്രിയമത പറഞ്ഞത്. അനസൂയ, എന്നാൽ ഇനി ഒരു ആശ്വാസത്തിന് വക കിട്ടി. ആ രാജർഷി പോയ സമയത്ത് ദുഷ്യന്തൻ അവളുടെ കയ്യിൽ പേര് കുത്തിയ രാജമോതിരം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊണ്ട് ശാപനിവർത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവര് ചുറ്റി നടക്കുന്നു. അപ്പൊ നോക്കിയിട്ട് പറയുകയാണ്, ശകുന്തള അവിടെ ഇങ്ങനെ ഇടത് കയ്യിൽ താടിയും താങ്ങി ഭർത്താവിനെ വിചാരിച്ചു കൊണ്ടൊരു ചിത്രം പോലെ ഇരിക്കുകയാണ്. അവളെ കൂടെ അറിയുന്നില്ല, പിന്നെയാണോ അതിഥി എന്നവര് പറയുന്നു. അപ്പൊ അനസൂയ പറയാണ്, പ്രിയമത, ഈ സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. പാവം, അവള് മൃദു സ്വഭാവക്കാരിയാണ്, അവളെ നമ്മൾ പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. ഇനി അടുത്ത അംഗമാണ് കണ്ണൂർ ശിഷ്യൻ വരുന്നു. തീർത്ഥാടനം കഴിഞ്ഞ് കാശ്യപൻ തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ പ്രകാശമായ ചന്ദ്രൻ മറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അനസൂയ ബന്ധപ്പെട്ട് പ്രവേശിക്കുന്നു. രാജാവ് ശകുന്തളയോട് കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് അനസൂയ വരുന്നു. ശിഷ്യൻ, ഞാൻ ചെന്ന പ്രഭാതമായെന്ന് ഗുരുവിനോട് പറയട്ടെ. അപ്പൊ അനസൂയ, ഞാനിപ്പോൾ എണീറ്റിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്താണ് ഫലം? എനിക്ക് പതിവുള്ള ജോലി പോലും ചെയ്യാൻ കഴിയുന്നില്ല. ആ നേരുകെട്ട രാജാവുമായി ശുദ്ധാത്മാവായ എന്റെ പ്രിയ സഖി ഇങ്ങനെ ഇടപെട്ടല്ലോ. ദുർവാസാവിന്റെ ശാപം കയറി മൂർച്ഛിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഒരു എഴുത്തുപോലും ഇതുവരെ അവൾക്ക് അയച്ചിട്ടില്ല. അപ്പൊ മോതിരം അയച്ചു കൊടുത്താലോ എന്ന് അവൾ ചിന്തിക്കുന്നു. എന്നാൽ അല്ലെങ്കിൽ ഈ ആരെങ്കിലും പോയി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയണം. ഇനി താത കാശ്യപനെ വിവരങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാന്ന് വിചാരിച്ചാൽ രാജാവ് ശകുന്തളയെ വിവാഹം ചെയ്തതും ഗർഭം ധരിച്ചതും എല്ലാം ഞാൻ പറയേണ്ടി വരും. എനിക്ക് അതിന് ധൈര്യമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രിയമത വന്ന് പറയുകയാണ്, വരൂ, നമുക്ക് ശകുന്തളയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് യാത്ര അയക്കാം. അത് കേട്ട് അനസൂയ ഞെട്ടിപ്പോയി. അപ്പൊ പ്രിയമത പറയുന്നു, ഞാനിപ്പോൾ ശകുന്തളയുടെ അടുക്കൽ പോയിരുന്നു രാവിലെ. അപ്പോൾ അവളെ താത കാശ്യപൻ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ്. പുക കൊണ്ട് കണ്ണ് മറഞ്ഞിരുന്നെങ്കിലും ഹോതാവ് ഹോമിച്ചത് അഗ്നിയിൽ തന്നെ വീണുവല്ലോ. അതായത് നല്ല ശിഷ്യന് കൊടുത്ത വിദ്യയെപ്പറ്റി എനിക്ക് പ്രയാസപ്പെടാനില്ല, അതുപോലെ നിന്നെ ഋഷികളെ കൂട്ടി ഭർതൃഗ്രഹത്തിലേക്ക് അയക്കാം എന്നൊരു വാക്ക് പറയുന്ന കേട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അനസൂയ ചോദിക്കുന്ന, അച്ഛനോട് ഈ വർത്താനമല്ല ആരാണ് പറഞ്ഞത്? അപ്പൊ പ്രിയമത പറയുന്നു, ഇവിടെ അഗ്നിഹോത്രി ഗ്രഹത്തിൽ വന്നപ്പോൾ ഒരു അശരീരി കേട്ടാണ് അച്ഛനല്ല അറിഞ്ഞത്. അന്ത ദുഷ്യന്ത വീര്യത്തെ ഏന്തുന്നു നിന്റെ പുത്രി. ദുഷ്യന്തന്റെ വീര്യം നിന്റെ പുത്രി വയറ്റിൽ വഹിക്കുന്നു എന്നാണ് കേട്ടത്. ഭൂമിക്ക് ഐശ്വര്യത്തിനായി ചെന്തിയെ ശമി എന്ന പോലെ, ശമി എന്ന് പറഞ്ഞാൽ ചമതയാണ്. ചമതയുടെ കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ അതിൽ നിന്ന് തീ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ തീ ഉള്ളതുപോലെ ശകുന്തളയുടെ ഉള്ളിൽ ദുഷ്യന്തന്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്നാണ് അച്ഛൻ കേട്ടത്. സഖി, നമുക്കിനി എന്തായാലും സന്തോഷിക്കാം, ആ പാവത്തിന് സുഖക്കേട് ഒഴിയട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് മംഗളക്കുറിക്കൂട്ടുണ്ടാക്കാൻ വേണ്ടി ഇവർ പോവുകയാണ്. അപ്പൊ ശകുന്തളയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ശാർഗരവൻ തുടങ്ങിയവരോട് ഒരുങ്ങാൻ ഗൗതമി പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ താപസിമാർ ശകുന്തളയെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ അനുഗ്രഹം കൊടുക്കും. നിനക്ക് ഭർത്താവിന്റെ ബഹുമാനം ലഭിക്കട്ടെ, നിനക്ക് വീരനായ പുത്രൻ ജനിക്കട്ടെ, നിന്റെ ഭർത്താവ് ആദരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഈ സഖിമാര് രണ്ടുപേരും കൂടി ചെന്ന് അവളെ കുറിയിടിയിക്കുന്നു. അപ്പൊ ശകുന്തള പറയുന്നു, ഇത് പതിവുള്ളതാണെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത് ചെയ്യുമ്പോൾ ബഹുമാനമാണ്, കാരണം ഇനി നിങ്ങൾ എന്നെ ചമയിക്കില്ലല്ലോ, ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയല്ലേ. അപ്പൊ സഖിമാർ അവളോട് തോഴി, കരയുന്നത് നല്ലതല്ല എന്ന് പറയും. കണ്ണീര് തുടച്ചിട്ട് അവളെ അണിയിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ അലങ്കാര സാധനങ്ങൾ, നമുക്ക് അണിയിക്കുക ആഭരണങ്ങൾ, ഇതെല്ലാം താത കാശ്യപൻ അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് സൃഷ്ടിച്ചതാണ്. ശകുന്തളയ്ക്ക് വേണ്ടി വൃക്ഷങ്ങളിൽ ചെന്ന് ഊപറിക്കാൻ താത കാശ്യപൻ ആജ്ഞാപിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ നിനക്ക് ചുറ്റാനുള്ള ഒരു വസ്ത്രം, അതും നല്ല നിലാവ് പോലത്തെ വെള്ള വസ്ത്രം, അത് ഒരു മരം തന്നു. പിന്നെ മറ്റൊന്നിൽ നിന്ന് നിന്റെ കാലുകളിൽ ഇടാനുള്ള ചുവന്ന ചാറ് കിട്ടി. പിന്നെ വേറെ വൃക്ഷങ്ങൾ അവരുടെ തളിരുകളിൽ നിന്ന് തളിരുകളാകുന്ന കൈകൾ കൊണ്ട് കാട്ടിലെ ദേവതമാർ നൽകിയ ആഭരണം നിനക്കായി നൽകി. അങ്ങനെ അവളെ ചമയിക്കുന്നു. അപ്പൊ സഖിമാര് പറയുന്നു, ഞങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുള്ള പരിചയം കൊണ്ടാണ് നിന്നെ ചമയിക്കുന്നത്.
കാശ്യപൻ വന്നിട്ട് പറയുന്നു, പോകുന്നുണ്ട് ശകുന്തള പിരിഞ്ഞെന്നോർത്ത് എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. തൂകാഞ്ഞശ്രു ഗളോദരം കലുഷിതം. കരയാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ഗളോദരം, തൊണ്ടയില് എന്തോ അടഞ്ഞു നിൽക്കുന്ന പോലെ. ഭാവം ജഡചിന്തയാൽ കാട്ടിൽ പാർക്കും എനിക്ക് ഇത്ര കഠിനം, സ്നേഹോദിതം കുണ്ഠിതം. കാട്ടിൽ താമസിക്കുന്ന എനിക്ക് മകളെ പിരിയുന്നത് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ നാട്ടിലുള്ള ഗൃഹസ്ഥനായ ഒരു മനുഷ്യന് മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്തുമാത്രം സങ്കടമായിരിക്കും. അപ്പൊ ഇനി അവളെ അണിയിച്ചു, വെൺപട്ടൊക്കെ അണിയിക്കുകയാണ്. കാശ്യപൻ അവളെ അനുഗ്രഹിക്കുന്നത്, സമ്മതയാക പതിക്ക്, നീ പതിക്ക് നല്ലവളായി അനുയോജ്യയായി ഭവിക്കട്ടെ. ശർമ്മിഷ്ഠ യയാതി ഭൂപൻ എന്ന പോലെ, ശർമ്മിഷ്ഠയും യയാതി ഭൂപനെയും പോലെ നിങ്ങൾ ഐശ്വര്യത്തോടെ വസിക്കുക. പുത്രനുളവാം നിനക്കൊരു മകനുണ്ടാവും, പുരൂരവസിനെ പോലെ, അതായത് ശർമ്മിഷ്ഠയുടെ യയാതിയുടെ മകനെ പോലെ ഒരു ചക്രവർത്തി കുഞ്ഞ് നിനക്കും ജനിക്കും. അപ്പൊ തന്നെ സമിത്തേറ്റും ദർഭ പൂണ്ട് ചുഴന്നി ഹോമസ്ഥാനം പുക്കഴും പാവകന്മാർ ഹവർഗന്ധം കൊണ്ട് പാപങ്ങൾ പോക്കി. അതായത് നീ അഗ്നിയെ പ്രദക്ഷിണം ചെയ്യൂ. ഈ ചമത ദർഭ ഇതൊക്കെ കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഹോമസ്ഥാനത്തുള്ള അഗ്നി ഹവിസാകുന്ന ഗന്ധം കൊണ്ട് നിന്റെ പാപങ്ങൾ പോക്കി നിനക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഇവർ യാത്ര പുറപ്പെടാൻ തയ്യാറാവുകയാണ്. ശാർഗരവനാണ് ഇവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കാശ്യപൻ മരങ്ങളോട് പറയുകയാണ്, താനെ തൊണ്ട നനയ്ക്കയില്ല അവൾ, നനച്ചിടാതെ നിങ്ങളെ നനയ്ക്കാതെ അവള് സ്വന്തമായിട്ട് വെള്ളം പോലും കുടിക്കില്ല. കൗതുകമുണ്ടെങ്കിലും നിങ്ങളുടെ പല്ലവം തളിര് അവള് പൊട്ടിക്കില്ല. പൂരിക്കുന്നത് അവൾക്ക് നിങ്ങൾ പുതുതായി പൂക്കുന്ന നാൾ ഉത്സവം. നിങ്ങൾ പുതുതായി പൂക്കുന്ന നാൾ ഇവൾക്ക് ഉത്സവമാണ്. പൂകുന്നു പതിഗേഹമാണ് ഇവള് പതിഗേഹത്തിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾക്ക് സമ്മതം നൽകുക. അടവിയിൽ ഒരുമിച്ച് വാണു സഖ്യം തടവിന വൃക്ഷകുലം ശകുന്തളയ്ക്ക്. അതായത് അടവിയിൽ ഒരുമിച്ച് വാണു, സഖ്യം തടവിന വൃക്ഷകുലം. അടവിയിൽ നിങ്ങൾ കാട്ടിൽ ഒരുമിച്ച് വാണവരാണ്. അപ്പോ വൃക്ഷകുലം അവളെ പോകാൻ അനുമതി കൊടുത്തു. ആ അനുമതി എങ്ങനെയാണ് കേട്ടത്? പടുതര കോകില കൂചിതങ്ങളാലെ, മിടുക്കരായ കുയിലിന്റെ കൂവലുകൾ കൊണ്ട് അവൾക്ക് പോകാനുള്ള അനുമതി വൃക്ഷങ്ങൾ കൊടുത്തു. ഇനി ആകാശത്തിൽ നിന്ന് ഒരു അശരീരി വാക്ക് അവൾക്ക് അനുഗ്രഹമായി വരുന്നു. ചേർന്നിടട്ടെ ഇടയ്ക്കിടയ്ക്ക് സരസീ ജാല പങ്കേരുഹം. നീ പോണ വഴിക്ക് പങ്കമുള്ള, അതായത് താമരയുള്ള സരസീരുഹം ഉണ്ടാവട്ടെ, തടാകങ്ങൾ ഉണ്ടാകട്ടെ, ശുദ്ധജല തടാകം, നിനക്ക് വെള്ളം കുടിക്കാൻ. ചാലെ ചോലമരങ്ങൾ തിങ്ങി മറവാർന്നിടട്ടെ സൂര്യാതപം. അതുപോലെ സൂര്യന്റെ ചൂട് ചോലമരങ്ങൾ തിങ്ങി, തണൽ മരങ്ങൾ തിങ്ങി നിന്നെ ചൂടിൽ നിന്ന് മറയ്ക്കട്ടെ. ചെന്താർ പൂമ്പടി പോലെ പൂഴി മൃദുവായി, ചുവന്ന പൂവിന്റെ പൂമ്പടി പോലെ പൂഴി മൃദുവായി മാറട്ടെ നീ പോകുന്ന മാർഗങ്ങളിൽ. സന്ധിക്കട്ടെ ഇവൾക്ക് യാത്ര ശുഭമായി, നിന്റെ യാത്ര സുഖമായിരിക്കട്ടെ. വാതാനുകൂല്യത്തോടെ, അതായത് ഇളം കാറ്റ് നിന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എല്ലാരെയും വന്ദിച്ച് അവള് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവളുടെ അവസ്ഥ നോക്കണേ, ആ തപോവനത്തിന്റെ അവസ്ഥയാണ്. മേഞ്ഞുകൊണ്ടിരുന്ന പുല്ല് ആ മാന് ചവയ്ക്കാൻ മറന്നു, ചെയ്യുന്ന നൃത്തം മയിലും നിർത്തി. അതുപോലെ മരങ്ങളാണെങ്കിൽ കണ്ണീര് പൊഴിക്കുന്ന പോലെ ഇലകൾ പൊഴിച്ചു തുടങ്ങി. ശകുന്തള, എന്റെ ലതാഭഗിനി, എന്റെ സഹോദരിയായ വനജോത്സ്നയോട്, മുല്ലയോട് ഞാൻ യാത്ര ചോദിക്കട്ടെ. അങ്ങനെ അവൾ ചെന്ന് മുല്ലവള്ളിയെ ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നീ തേന്മാവുമായി ചേർന്നിരിക്കുകയാണെങ്കിൽ എന്നെ തിരിച്ച് ആലിംഗനം ചെയ്യണേ, ഞാൻ ഇന്ന് വേറൊരു ദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ കാശ്യപൻ പറയുന്നു, പ്രാപിച്ചു നീ സദൃശനായി നിനക്ക് മുന്നേ കൽപ്പിച്ചിരുന്ന പതിയ സ്വഗുണങ്ങളാലെ. നിനക്ക് മുമ്പേ ദൈവം കൽപ്പിച്ചിരുന്ന ഭർത്താവിനെ നീ സ്വന്തമാക്കി. അത് ഏതുപോലെയാണ്? തേന്മാവിനോടൊത്ത് വിളങ്ങുന്ന മുല്ലയുടെ വള്ളി പോലെയാണ്. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എനിക്കിനി ആധി വേണ്ട. അങ്ങനെ വനജോത്സ്നയെ തോഴിമാരെ ഏൽപ്പിച്ച് അവൾ നടക്കുന്നു. ഗർഭിണിയായ മാൻപേടെ അടുത്ത് ശകുന്തള ശ്രദ്ധിക്കുന്നു, ഇത് പ്രസവിക്കുമ്പോൾ എൻ്റെ അടുത്ത വർത്തമാനം അറിയിക്കണേ. അപ്പോൾ ആ മാനിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. പണ്ട് ഒരു കുശസൂചി കൊണ്ട് അതിന്റെ മുഖത്ത് മുറിവേറ്റു, കുഞ്ഞായിരുന്നപ്പോൾ ഈ മാന്. അതിന്റെ വ്രണം മുറിവ്, അതിനു വേണ്ടി നീ ഓടലെണ്ണ അതിന് തടവി അതിന്റെ മുറിവ് മാറ്റി. എന്നിട്ട് മുഷ്ടിയിൽ കയ്യിൽ എടുത്തുകൊണ്ട് നടന്ന് ചാമയരി നൽകിയാണ് നീ അതിനെ വളർത്തിയത്. നിന്റെ ദത്തുപുത്രനാണ്, അതുകൊണ്ടാണ് അവൻ നിന്നെ പിന്തുടരുന്നത്. അപ്പൊ ശകുന്തള പറയുന്നു, നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? ഞാൻ കൂടുവിട്ട് പോകുന്ന ആളാണ്. തള്ള മരിച്ചിട്ടും ഞാൻ നിന്നെ വളർത്തി, ഇനി അച്ഛൻ നിന്നെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് നടക്കുന്നു. കാശ്യപൻ പറയുന്നു, നീ കരയരുത്,
ഉയിരിമയാലാർന്ന് വാർന്നിടാതെ നയനഗതി പ്രതിബന്ധിയായി ബാഷ്പം. അതായത് നീ കണ്ണീര് നിന്റെ കണ്ണുകളിൽ നിന്ന് വീഴാതിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ ജലം കാണുന്നത് വരെ ബന്ധുക്കൾ അനുയാത്ര ചെയ്യണം. അപ്പൊ ഇവിടെ സരസിന്റെ തീരമായി, ഇനി നിങ്ങൾ മടങ്ങി പൊയ്ക്കൊള്ളുക, ഞങ്ങൾ പോവാന്ന് പറയുന്നു. കാശ്യപൻ എന്നാൽ ഈ പാലുള്ള വൃക്ഷത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു. അപ്പൊ കാശ്യപൻ പറയുന്നു, ഞാൻ എന്ത് സന്ദേശമാണ് ദുഷ്യന്ത മഹാരാജാവിന് കൊടുക്കേണ്ടത്? ശകുന്തള തോഴി തന്റെ ഇണ ഒരു താമര ഇല കൊണ്ട് മറഞ്ഞപ്പോഴേ, ചക്രവാകം ഭയങ്കര സ്നേഹമുള്ള പക്ഷികളാണ്, അതിന്റെ ഇണ ഒരു താമര ഇല കൊണ്ട് മറഞ്ഞപ്പോൾ അത് ദുഃഖിച്ച് കരയുന്നു. അനസൂയ, അങ്ങനെ നീ വിചാരിക്കരുത്, നീയും എത്ര നിശകൾ ദുഷ്യന്തനെ പിരിഞ്ഞ് താമസിച്ചതാണ്. അപ്പൊ വിരഹ ക്ലേശം നിങ്ങൾ കാണുമ്പോൾ ആ ഒരു വിരഹത്തിന്റെ ക്ലേശം നിങ്ങളിൽ ഇല്ലാതാവും. അപ്പൊ കാശ്യപൻ പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യം നീ ചെന്ന് രാജാവിനോട് പറയണം. സമ്പത്തായി സംയമത്തെ കരുതി മരുഭൂമി നമ്മയും തൻകുലത്തിൻ ബമ്പും. അതായത് സമ്പത്തായി നമ്മൾ അടക്കത്തെ, സംയമം എന്ന് പറഞ്ഞാൽ എല്ലാം അടക്കി വെക്കുക, അതാണ് ഞങ്ങൾ മുനിമാരുടെ സമ്പത്ത്. അങ്ങനെയുള്ള കുലത്തിൽ നിന്ന് ബന്ധുക്കളും വലിയ പ്രതാപമൊന്നും കൂടാതെ ഹൃദയം നിന്നിൽ അർപ്പിച്ചാണ് ഈ കുട്ടി അങ്ങോട്ട് വരുന്നത്. അത് നീ ഓർത്തിട്ട് നിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ, ധാരപരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഇവളെ കൂടെ നീ മാനിക്കണം. പിന്നത്തെ യോഗമെല്ലാം വിധിവശ, അതിൽ ജ്ഞാതികൾക്കില്ല ചോദ്യം. പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, അതൊക്കെ വിധിവശമാണ്. അല്ലാതെ ഇപ്പൊ കല്യാണം കഴിച്ച പെണ്ണിന്റെ കാര്യങ്ങളെല്ലാം ഞാനും കൂടെ വന്ന് നോക്കണമെന്നല്ല, അത് അവളുടെ വിധിയാണ് പിന്നെ നടക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു വിടും. അപ്പൊ കാശ്യപൻ പറഞ്ഞു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാശ്യപൻ ശകുന്തളയോട് പറയുകയാണ്, എനിക്ക് വലിയ ലൗകിക ജ്ഞാന പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും പറയുകയാണ്. അപ്പൊ ശാർഗരവൻ പറയുന്നു, മഹാത്മാക്കളുടെ ബുദ്ധി ഏത് വിഷയത്തിലാണ് എത്താത്തത്? അപ്പൊ കാശ്യപൻ പറയുന്നു, നീ ഇവിടുന്ന് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ സേവിച്ചിടുക പൂജ്യരെ. അവിടെ സേവിക്കാനുള്ള ആളുകളുണ്ടല്ലോ, അവരെ സേവിക്കുക. പ്രിയ സഖിക്കൊപ്പം സപത്നി ജനം ഭാവിക്കുക. രാജാവിന് നിരവധി ഭാര്യമാര് കാണും, അവരോടൊപ്പം നീയും ഒരു സപത്നിയായിട്ട് കഴിയുക. കാന്തനോട് ഇടയരുത്, വഴക്കുണ്ടാക്കരുത്, ധിക്കാരം കാണിക്കരുത്. പിന്നെ ഭൃത്യരോട് ദയ കാണിക്കുക. ഭാഗ്യം കാണുമ്പോൾ ഞെളിയരുത്, ഒരുപാട് ഭാഗ്യമൊക്കെ കിട്ടുമ്പോൾ അതിൽ അഹങ്കരിക്കരുത്. വാണിട്ട് അങ്ങനെ കന്യയാൽ ഗ്രഹണീയ അല്ലെങ്കിലോ ബാധതാൻ. അങ്ങനെ ഒരു കന്യക താമസിക്കുകയാണെങ്കിൽ അവള് വീട്ടുകാരിയാണ്, അല്ലെങ്കിൽ അവര് ഒരു ഒഴിയ ബാധയാണ്. ഗൗതമി പറയോട് ചോദിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഗൗതമി പറയുന്നത്, ഇത് മാത്രമേ പറയാനുള്ളൂ, എല്ലാം ഓർത്ത് ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ്. അപ്പൊ അച്ഛനോട് അവള് പറയുന്നു, അച്ഛന്റെ മടിയിൽ നിന്ന് പിരിഞ്ഞ് മലയപർവ്വതത്തിൽ നിന്ന് പറിച്ചെടുത്ത ചന്ദനവല്ലി പോലെ ഞാൻ വേറെ ദേശത്തേക്ക് പോവുകയാണ്. കാശ്യപൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് അധൈര്യപ്പെടുന്നത്? മാന്യത്വം കലരും, നിനക്കൊരു മാന്യതയുണ്ട് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരി എന്നുള്ള നിലയിൽ. അതിന് തക്ക ജോലി നീ അവിടെ ചെയ്യുക. ഇന്ദ്രനും അർക്കനും എന്നതുപോലെ സുതനും പാരാതെ സംജാത. അതായത് നീ ഭർത്താവുമായി സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്നെ കുറിച്ച് നീ ചിന്തിക്കില്ല. അങ്ങനെ ശകുന്തള അച്ഛന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സഖിമാരെ ആലിംഗനം ചെയ്ത്, അപ്പൊ സഖിമാര് പറയുന്നു, രാജാവിന് നിന്നെ ഓർമ്മയില്ലെങ്കിൽ നീ മുദ്രമോതിരം കാണിക്കണം. അത് കേട്ട് ശകുന്തള പറയുന്നു, എന്റെ മനസ്സ് സംശയം കൊണ്ട് തുടിക്കുന്നു. അപ്പൊ സഖിമാര് ഭയപ്പെടണ്ട, അത് അതിസ്നേഹം കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞ് ശകുന്തള വീണ്ടും തപോവനത്തെ നോക്കിയിട്ട്, ഇപ്പൊ കാശ്യപൻ പറയുന്നു, നീ സാപത്യമേറ്റിട്ട് ദുഷ്യന്തന് നിന്നിലൊരു മകൻ പിറക്കുമ്പോൾ അവനിൽ കുടുംബഭാരമെല്ലാം ഏൽപ്പിച്ച് ഭർത്താവുമായിട്ട് വീണ്ടും ഈ ആശ്രമത്തിലേക്ക് വരിക. അപ്പൊ ഗൗതമി ഇങ്ങനെ പറയുന്നു, ഇനി താമസിക്കാൻ പാടില്ല, നടക്കാനായി പറയുന്നു. അങ്ങനെ അച്ഛനെ ആലിംഗനം ചെയ്തിട്ട് പറയുന്ന വെച്ചാൽ, തപസ് കൊണ്ട് ഇപ്പോൾ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്ന എന്നെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ കാശ്യപൻ പറയുന്നു, മാലിന് എന്തിന് അവസാനം? മാലിന് ഒരിക്കലും ദുഃഖത്തിനൊരു അവസാനം ഇല്ല. ചെടികളും കാണുമ്പോൾ പോലും എനിക്ക് സങ്കടമായിരിക്കും, ദുഃഖത്തിനൊരു അവസാനവും ഇല്ല. അപ്പൊ ദൂരെ നോക്കി പിന്നെ ശകുന്തള മറഞ്ഞുപോയി. അപ്പൊ സഖിമാരി പറയുന്ന, അച്ഛാ ശകുന്തള പോയതിനാൽ തപോ വനം ശൂന്യമായി. അപ്പൊ കാശ്യപൻ പറയുന്നു, അത് സ്നേഹം കൊണ്ട് തോന്നിയതാണ്. കന്യ എന്നത് പരസ്വമാണ്, കന്യക മറ്റൊരുവന്റെയാണ്, അവന് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഏറ്റ വസ്തു തിരികെ കൊടുത്ത പോലെ ഏറ്റവും തെളിവ് പൂണ്ടതെൻ മനം. എന്റെ മനസ്സ് നല്ല തെളിഞ്ഞു, കാരണം ഞാൻ കയ്യിൽ ഏറ്റിരുന്ന വസ്തു എന്റെ മകളാണ്, അവളെ ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ എന്റെ മനസ്സ് തെളിഞ്ഞു എന്നയാൾ പറയും. അപ്പൊ ഇതിന്റെ ഒപ്പവും
ഇതിന്റെ ഒപ്പം ഇതിന്റെ ഒരു നോട്ട് കൂടെ ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.